ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 മെയ് 18 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും രാശി മാറുന്നു. അപ്പോൾ 2025 രാഹു കേതുക്കളുടെ രാശിമാറ്റം ഈ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് രാഹുകേതുക്കളുടെ രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, രാഹുകേതുക്കളുടെ ഇമ്പാക്റ്റ് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ രാഹുകേതുക്കൾ മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് അവയുടെ വ്യത്യാസവും രാഹുവും കേതുവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണെന്ന് ആദ്യം ചർച്ച ചെയ്യാം. ഇപ്പോൾ രാഹുകേതുക്കൾ എന്ന് പറയുന്നത് മറ്റു ഗ്രഹങ്ങളെപ്പോലെ ഫിസിക്കൽ പ്ലാനറ്റ്സ് അല്ല. എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ദ്രവ്യ പ്രാധാന്യമില്ല. നമ്മൾ അവയെ ഛായാഗ്രഹങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സഞ്ചാര പദങ്ങൾ കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കൾ, രണ്ട് ബ്ലാക്ക് പോയിന്റ്സ് ആയിട്ടാണ് ഈ രാഹുകേതുക്കളെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ മറ്റു ഗ്രഹങ്ങൾക്കാണെങ്കിൽ രാശിചക്രത്തിൽ സ്വന്തം രാശിയുണ്ട്, സ്വന്തം ക്ഷേത്രങ്ങളുണ്ട്. അതേസമയം രാഹുകേതുക്കൾക്ക് രാശിചക്രത്തിൽ സ്വന്തം രാശിയോ സ്വന്തം ക്ഷേത്രമോ ഒന്നും ഇല്ല. അതേസമയം മറ്റു ഗ്രഹങ്ങൾക്ക് സ്വന്തം നക്ഷത്രങ്ങളുള്ളതുപോലെ രാഹുകേതുക്കൾക്ക് സ്വന്തം നക്ഷത്രങ്ങളുണ്ട്. ഇപ്പോൾ തിരുവാതിര, ചോതി, അതുപോലെ ചതയം, ഇത് രാഹുവിൻ്റെ നക്ഷത്രങ്ങളാണ്. അതുപോലെ അശ്വതി, മകം, മൂലം എന്ന് പറയുന്നത് കേതുവിൻ്റെ നക്ഷത്രങ്ങളുമാണ്. അപ്പം സ്വന്തം നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ട് വിംശോത്തരി ദശാ സംവിധാനത്തിൽ ഈ രാഹുകേതുക്കൾക്ക് അവരുടേതായിട്ടുള്ള ദശാകാലമുണ്ട്. രാഹുവിന് 18 വർഷമാണ് ദശാകാലം, കേതുവിന് അതുപോലെ 7 വർഷമാണ് ദശാകാലം എന്ന് പറയുന്നത്. ഇനി മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് രാഹുകേതുക്കളുടെ വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റു ഗ്രഹങ്ങൾ ക്ലോക്ക് വൈസിൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കളുടെ ശത്രുഗ്രഹങ്ങളാണ് ഈ സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത്. ഇനി ഫലദാന വിഷയത്തിലോട്ട് വരുമ്പോൾ നമുക്ക് രാഹുകേതുക്കളുടെ ഫലം പറയുമ്പോൾ രാഹുവിനെ ശനിക്ക് സമാനമായിട്ടും കേതുവിനെ ചൊവ്വയ്ക്ക് സമാനമായിട്ടും പറയപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശനിവത് രാഹു കുജവത് കേതു എന്നുള്ളതാണ് പ്രമാണം. അപ്പോൾ നമുക്ക് രാഹുവിൻ്റെ ഫലം പറയുമ്പോൾ ശനിയുടെ സ്ഥിതിയുടെ ഫലം പറയേണ്ടി വരും. അതുപോലെ കേതുവിൻ്റെ സ്ഥിതിയുടെ ഫലവും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. മാത്രമല്ല, രാഹു ഏത് രാശിയിലാണോ നിൽക്കുന്നത്, ആ രാശിനാഥൻ എവിടെ നിൽക്കുന്നു, ആ രാശിനാഥൻ്റെ സ്വാധീനവും രാഹുവിനുണ്ടാകും. അതുപോലെ കേതു എവിടെയാണോ നിൽക്കുന്നത്, ആ രാശിയുടെ നാഥൻ്റെ സ്വാധീനവും ഈ കേതുവിൻ്റെ ഫലം പറയുമ്പോൾ നമ്മൾ പറയണം. മാത്രവുമല്ല, രാഹുകേതുക്കൾ ഏത് ഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്യുന്നുണ്ട്, ആ ഗ്രഹങ്ങളുടെ ഫലവും, അതുപോലെ തന്നെ രാഹുകേതുക്കളെ ഏതെങ്കിലും ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുവെങ്കിൽ ആ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ഫലവും ഒക്കെ നമുക്ക് ഈ രാഹു കേതുക്കളുടെ ഫലം പറയുന്ന കൂട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ രാഹു കേതുക്കൾ തമ്മിലുള്ള വ്യത്യാസം പരിശോധിക്കുമ്പോൾ രണ്ടും രണ്ട് എക്സ്ട്രീം പോയിന്റ് നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. അതായത് രാഹു എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയുടെ ഗ്രഹമാണെങ്കിൽ കേതു എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളുടെ ഒരു ഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. പൊതുവെ രാഹു ഒരു എക്സ്പാൻഷൻ്റെ ഗ്രഹമാണെങ്കിൽ കേതു ഒരു കോൺട്രാക്ഷൻ്റെ ഗ്രഹമായിട്ട് നമുക്ക് പറയാം. നമുക്ക് നമ്മുടെ പൂർവ്വ ജന്മ കർമ്മങ്ങളുടെ ഒരു തുടർച്ചയാണ് രാഹു സൂചിപ്പിക്കുന്നത് എങ്കിൽ നമ്മുടെ ആത്മീയ അന്വേഷണത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ കേതുവിൻ്റെ സ്വഭാവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പൊതുവെ നമുക്ക് ഈ രാഹു എന്ന് പറയുമ്പം തന്നെ ഭൗതിക ചിന്തകളുടെ ഗ്രഹമാണ്, ഭൗതികമായിട്ടുള്ള മോഹങ്ങളുടെ ഗ്രഹമാണ്, അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ ഗ്രഹമാണ്, അത്യാർത്ഥിയുടെ ഗ്രഹമാണ്, അതുപോലെ ദുഷ്ചിന്തകളുടെ ഗ്രഹമാണ്, ദുഷ്പ്രവർത്തികളുടെ ഗ്രഹമാണ്, കബളിപ്പിക്കലിൻ്റെ ഗ്രഹമാണ്, ലൈംഗിക ഭ്രാന്തിൻ്റെ ഗ്രഹമാണ്, പ്രണയ ചാബല്യത്തിൻ്റെ ഗ്രഹമാണ്. അതുപോലെ ബാഡ് കമ്പനി, നീച സംസർഗം ഒക്കെ ചിലപ്പോൾ ഈ രാഹുവിൻ്റെ സ്വാധീനം കൊണ്ട് ഉണ്ടാകാം. അതുപോലെ രോഗങ്ങൾ, സംശയം, തർക്കങ്ങൾ, ഇല്യൂഷൻ, ഇവയൊക്കെ നമുക്ക് രാഹുവിനെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അതേസമയം നമ്മുടെ വിദേശ ഭാഷ, വിദേശ യാത്രകൾ, വിദേശ ബന്ധം കൊണ്ടുള്ള മറ്റു നേട്ടങ്ങൾ, ഇവയൊക്കെ നമുക്ക് രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് പറയാൻ കഴിയും. അതേസമയം ഭൗതിക ചിന്തയുടെ നേരെ വിപരീതമായിട്ടുള്ള
ഒരു ചിന്തയാണ് കേതു നൽകുന്നത്. ഭൗതിക വിരക്തിയുടെ ഗ്രഹമാണ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മജ്ഞാനം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഭക്തി, അതുപോലെ ധ്യാനം, പൂജകൾ, മോക്ഷമാർഗങ്ങൾ, ഇവയൊക്കെ അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ, പുണ്യ നദികളിൽ സ്നാനം ചെയ്യൽ, ത്യാഗമനോഭാവങ്ങൾ, ആതുര പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ നമുക്ക് ഈ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും. ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെയൊക്കെ ഗ്രഹമാണ് കേതു എന്ന് പറയുന്നത്. വൈദ്യശാസ്ത്രവുമായിട്ട് കേതുവിന് ബന്ധമുണ്ട്. ശുശ്രൂഷയുടെ ഗ്രഹമാണ്. അതുപോലെ സർജറിയുടെ ഒരു ഗ്രഹമായിട്ട് കാണാം. സന്ധി രോഗങ്ങളുടെ ഗ്രഹമാണ്. അതുപോലെ ചെറിയ ചെറിയ അപകടങ്ങൾ, ഇഞ്ചറി, പൊള്ളൽ, ഇവയൊക്കെ നമുക്ക് ഈ കേതുവിൻ്റെ സ്ഥിതി വെച്ച് പറയാൻ കഴിയും. ഇപ്പോൾ പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹു നിൽക്കുന്നതിൻ്റെ നേരെ വിപരീത രാശിയിൽ 7ാമത്തെ രാശിയിലായിരിക്കും കേതു നിൽക്കുന്നത്. അതിനും ഒരു കാരണമുണ്ട്. കാരണം രാഹു എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷൻ്റെ ഗ്രഹമാണ്, ഭൗതികമായിട്ടുള്ള ചിന്തയുടെ ഗ്രഹമാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പോരാട്ടം നടത്തുക, അതിനുവേണ്ടി നീചമാർഗങ്ങളൊക്കെ അവലംബിക്കുക, ഇത് ഒരു പരിധി വിട്ടു പോകുമ്പോൾ അവയെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് നേരെ വിപരീത രാശിയിൽ കേതുവിനെ നിർത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ നീചമാർഗങ്ങളെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നതിന് ആ കേതുവിൻ്റെ സ്ഥിതി, അതായത് രാഹുവിൻ്റെ വിപരീത രാശിയിൽ കേതു നിൽക്കുക വഴി നമുക്ക് അത് കഴിയും. അപ്പോൾ പൊതുവെ നമുക്ക് ഒരു ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളും ആവശ്യമാണ്. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രം പോരാ, അതോടൊപ്പം തന്നെ നമുക്ക് ആത്മീയമായിട്ടുള്ള നമ്മുടെ ഔട്ടർ സ്പേസ് വികസിക്കുന്നത് പോലെ തന്നെ ഇന്നർ സ്പേസും വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും സന്തുലിതപ്പെടുത്തി പോകേണ്ടത് ജീവിതത്തിൽ ആവശ്യമാണ് എന്നുള്ള ഒരു തത്വമാണ് രാഹു നിൽക്കുന്നതിൻ്റെ വിപരീത രാശിയിൽ കേതു നിൽക്കുക വഴി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് എന്താണ് ഈ രാഹു കേതുക്കളുടെ രാശിമാറ്റം ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും 2025-26 ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, ധനു ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാഹു 4-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഇപ്പോൾ 2025 മെയ് 18 ആകുമ്പോൾ ആ രാഹു 4-ൽ നിന്ന് നേരെ 3-ലേക്ക് കുംഭം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. ഇപ്പോൾ രാഹുവിൻ്റെ 3-ാം ഭാവ രാശി സ്ഥിതി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ 10-ൽ സഞ്ചരിക്കുന്ന കേതു മെയ് 18-ന് 9-ാം ഭാവ രാശിയിലേക്ക്, ചിങ്ങം രാശിയിലേക്കാണ് ആ കേതു രാശി മാറുന്നത്. ഇപ്പോൾ 2026 അവസാനം വരെ, അതായത് ഡിസംബർ മാസം 5 വരെ രാഹു 3-ലായിരിക്കും, കേതു 9-ലായിരിക്കും ഈ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും. ഇപ്പോൾ രാഹു 3-ലേക്ക് രാശി മാറുക എന്ന് പറയുന്നത് ഒരു ഇഷ്ടസ്ഥാനത്തേക്കാണ്. രാഹുവിൻ്റെ ഇഷ്ടസ്ഥാനമാണ് 3 എന്ന് പറയുന്നത്. അവിടെ രാഹു വരുമ്പോൾ ആ കാലയളവിൽ 3-ാം ഭാവാധിപനായിട്ടുള്ള ശനി 4-ൽ നിൽക്കുന്ന സമയമാണ്. ഒരു കണ്ടകശനി സമയമായിട്ടാണ് ഇപ്പോൾ ആ ശനി അവിടെ നിൽക്കുന്നത്. അതേസമയം 3-ലെ രാഹുവിനെ 1 വർഷത്തോളം ഗുരുവിൻ്റെ ദൃഷ്ടി ആ 3-ലെ രാഹുവിനുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതുപോലെ 9-ലെ കേതു എന്ന് പറയുമ്പോൾ ആ കേതു രാശി മാറുന്ന സമയത്ത് 9-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 6-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. ക്രമേണ ഓരോ മാസവും 7, 8 ഇങ്ങനെയുള്ള രാശികളിലോട്ട് ഈ സൂര്യൻ രാശി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂര്യൻ്റെ രാശിമാറ്റം പോസിറ്റീവ് സ്ഥാനങ്ങളിലൂടെയൊക്കെ വരുമ്പോൾ നമുക്ക് ഗുണാനുഭവം കൂടും. നെഗറ്റീവ് സ്ഥാനത്തൂടെ പോകുമ്പോൾ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് ഈ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ആദ്യം നമുക്ക് ഈ രാഹുവിൻ്റെ ഇമ്പാക്റ്റ്, രാഹുവിൻ്റെ രാശിമാറ്റം ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. രാഹു 3-ലേക്ക് മാറുക എന്ന് പറയുന്നത് പൊതുവെ വളരെ നല്ല സ്ഥാനത്തേക്കാണ് ആ രാഹുവിൻ്റെ ഇഷ്ടസ്ഥാനം എന്ന് തന്നെ പറയാം. എന്ന് പറയുമ്പോൾ നമ്മൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും ഒരു വിജയത്തിൻ്റെ സമയമായിരിക്കും ആ 3-ലെ രാഹു നമുക്ക് നൽകുന്നത്. ഏത് കാര്യത്തിലും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ്, ശുഭാപ്തി വിശ്വാസമൊക്കെ ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് പ്രൊഫഷണൽ തലത്തിലൊക്കെ തിളക്കം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനൊക്കെ തിളക്കം ഉണ്ടാകുന്ന സമയമായിരിക്കും. അപ്പോൾ അതിലൊക്കെ അവർക്ക് വിജയം കൈവരിക്കാനാകും. സൗഹൃദങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളും വഴിയൊക്കെ ഒരു നേട്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും. അതേസമയം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം അത്രത്തോളം സുഖകരമാകണമെന്നില്ല.
എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആത്മീയ കാര്യങ്ങളിൽ അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒക്കെ തന്നെ ഒരു താല്പര്യം ഉണ്ടാകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. 3-ാം ഭാവം കുംഭരാശിയാണ്. അപ്പോൾ കുംഭരാശി ആയതുകൊണ്ട് അല്പം ദീർഘവീക്ഷണമൊക്കെ ഉണ്ടാകും. മനുഷ്യത്വപരമായിട്ടുള്ളൊരു സമീപനമൊക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. സാമൂഹ്യനീതി അതുപോലെ മറ്റു പരിഷ്കാരങ്ങൾ ഇവയ്ക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അതുവഴിയൊക്കെ ഒരു പോപ്പുലാരിറ്റി, മറ്റുള്ളവർക്കിടയിലൊക്കെ ഒരു പോപ്പുലാരിറ്റിയൊക്കെ ഇവർക്ക്, ഒരു സ്വാധീനമൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 3-ലെ രാഹു പൊതുവെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ശക്തിപ്പെടുത്തും. ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ ഒരു ആധിപത്യം പുലർത്തുന്നതിനൊക്കെ ഈ 3-ലെ രാഹു അവരെ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിലും അതുപോലെ നമുക്ക് ബിസിനസ്സിലുമൊക്കെ തന്നെ അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 3-ലെ രാഹു എന്ന് പറയുന്നത് വളരെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാക്കും. പൊതുവേ നമുക്ക് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ഒരു പ്രവർത്തനമൊക്കെ ആയിരിക്കും ഈ 3-ലെ രാഹു ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയാം. ഈ 3-ാം ഭാവം എന്ന് പറയുന്നത് 11-ന്റെ 5-ാം ഭാവമായതുകൊണ്ട് ആഗ്രഹം സാധിക്കുന്നതിനുള്ള ചിന്തകൾ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് സാധിക്കുന്നതിന് എന്തൊക്കെ വേണം അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്ന സമയമായിരിക്കും. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തും. അതിനു വേണ്ടുന്ന സമീപനങ്ങളൊക്കെ ഇവരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകും. ഈ 3-ാം ഭാവാധിപനായിട്ടുള്ള ശനി 4 നിൽക്കുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിലൊക്കെ അല്പം ഉത്തരവാദിത്വം കൂടും. നമ്മുടെ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള ആ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് നല്ലതാണ്. പൊതുവെ അല്പം അച്ചടക്കം, ക്ഷമ, സഹനശക്തിയൊക്കെ ഉണ്ടാകുന്നത് ഈ കുടുംബ അന്തരീക്ഷമൊക്കെ സന്തോഷകരമാക്കാൻ സഹായകമാകും എന്നും കൂടെ ഇവർ തിരിച്ചറിയണം 4-ൽ ശനി നിൽക്കുന്നത് കൊണ്ട്. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. 4-ലെ ശനി ശനി സമയമാണ് എന്നുള്ളത് കൊണ്ട്. അതുപോലെ 1 വർഷത്തോളം ആ 3-ൽ നിൽക്കുന്ന രാഹുവിനെ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, പഠിതാക്കൾക്ക്, അധ്യാപകർക്ക്, എഴുത്തുകാർക്ക്, പ്രഭാഷകർക്ക് അവരുടെ മേഖലയിലൊക്കെ തിളക്കമാറുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിയും. ഏത് പ്രതികൂല സാഹചര്യത്തിലും എന്ത് ബന്ധപ്പാടിലും ചുറുചുറുക്കോടെ പ്രവർത്തിച്ച് കാര്യം സാധ്യമാക്കുന്നതിനുള്ളൊരു കഴിവ് ഈ 3-ലെ രാഹു തരും. കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ തരും. പൊതുവെ ശുഭാപ്തി വിശ്വാസമൊക്കെ നൽകുന്ന ഒരു ഗ്രഹമായിട്ട് ആ 3-ലെ രാഹുവിനെ കാണാം. പ്രവർത്തന മേഖലകളിലൊക്കെ പൊതുവെ ആധിപത്യം പുലർത്തും. അതുപോലെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുന്ന സമയം എന്ന് തന്നെ പറയാം. ഇനി കേതു. ഈ കേതു എന്ന് പറയുന്നത് 9-ലേക്കാണ് രാശി മാറുന്നത്, ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും. അപ്പോൾ 9 എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ചിന്തയുടെയൊക്കെ ഒരു സ്ഥാനമാണ്. ആത്മീയ കാര്യങ്ങളിൽ, ചിന്തകളിൽ അതുപോലെ ഉന്നത പഠനത്തിൽ ഒക്കെ നമുക്ക് ഒരു താല്പര്യം ഉണ്ടാകാവുന്ന സമയമൊക്കെയാണ്. ഭൗതിക കാര്യങ്ങളിൽ താല്പര്യം കുറയ്ക്കുന്നതിനും അതുപോലെ പാരമ്പര്യ മൂല്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നതിനും ഒക്കെ ഒരു അതിനനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ആ 9-ലെ കേതു കൊണ്ടുണ്ടാകും. നൂതനമായ കാഴ്ചപ്പാടുകളിൽ നിന്നും അകന്നു നിൽക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി ഈ സമയത്ത് അവർക്ക് ഉണ്ടാകും. ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമായിരിക്കും. നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ ഒരു മാറ്റങ്ങൾ വരും. ഇപ്പം ടീച്ചിങ്ങിലും അതുപോലെ അന്യരെ ഉപദേശിക്കുന്നതിലുമൊക്കെ വളരെ തിളക്കമുണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ഓപ്പൺ മൈൻഡ് ആകും. ഓപ്പൺ മൈൻഡ് ആയിട്ടൊക്കെ പ്രവർത്തിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട്. സംസാരത്തിലൊക്കെ ഒരു താത്വിക സ്പർശമൊക്കെ ഉണ്ടാകും. ആത്മീയ ഗുരുക്കന്മാർ, തത്വചിന്തകർ, അതുപോലെ തിയോളജി, ഫിലോസഫി ഇത്തരം വിഷയങ്ങളൊക്കെ പഠിക്കുന്നവർ, അവർക്കൊക്കെ തന്നെ ഈ 9-ലെ കേതു ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.